ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസിൻ്റെ മൂന്നാം സ്റ്റേജിലെ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ PSC പുറത്തുവിട്ടു. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്നതാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷ എഴുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മാക്സിമം ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റേജിലെ ആൻസർ കീ നോക്കാം, പ്രൊവിഷണൽ ആൻസർ കീ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, ഡോക്ടർ DS കോത്താരി. രണ്ടാമത്തെ ചോദ്യം, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ഡിസംബർ 10-നാണ്. മൂന്നാമത്തെ ചോദ്യം, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ ബി, മെറ്റേണിക്കിന്റെ അഭിപ്രായമാണ്. ഓപ്ഷൻ ബി, മെറ്റേണിക്. നാലാമത്തെ ചോദ്യം, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാരാണ്? കടത്തനാടൻ സിംഹം ആരാണ്? ഓപ്ഷൻ ബി, കൂറൂളി ചേകോൻ. അഞ്ചാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്ഷൻ സി, കൊല്ലം ജില്ലയിലാണ്. അഞ്ചിന് ആൻസർ ഓപ്ഷൻ സി, കൊല്ലം. ആറാമത്തെ ചോദ്യം, ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, 7:30 PM എന്നാണ്. 7:30 PM. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ശരിയാണ്. പൊതുക്കടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പോൾ ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ സി, ഇവയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ 7ന്റെ ആൻസർ ഓപ്ഷൻ സി, ഇവയെല്ലാം. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഏതാണ്? ഓപ്ഷൻ സി, 61ാം ഭേദഗതിയാണ്. ഒമ്പതാമത്തെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകര താലൂക്ക്. പത്താമത്തെ ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണാണ്. ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി, കേരളമാണ്. നമ്മുടെ കേരളമാണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി. ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. 14ാമത്തെ ചോദ്യം, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ഏതാണ്? ഓപ്ഷൻ എ, ദേശീയ ജലപാത 3. 15, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ഉത്തര മഹാസമതലം. 16ാമത്തെ ചോദ്യം, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഭൂതല ഛായാഗ്രഹണം കേട്ടോ. 17ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത്? ഏതാണ്? ഓപ്ഷൻ എ, ഇന്ദിരാ പോയിന്റ് ആണ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. എന്നാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി, പശ്ചിമ അസ്വസ്ഥതയാണ്. 19ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്? ഇതിന്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി, 1, 3 ശരിയാണ്. അതായത് താരതമ്യേന വീതി കുറവ്, അതുപോലെ തന്നെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. 1, 3 ശരി. 19ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആനമുടിയാണ്. 21ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. അതായത് തെക്കേ ഇന്ത്യയിലെ ആദ്യമായി കണ്ണാടി പരിശോധന നടത്തിയത് അയ്യങ്കാളി അല്ല, ചട്ടമ്പിസ്വാമികളാണ്. അപ്പോൾ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ശരിയാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു, അത് ശരിയാണ്. അപ്പോൾ ഇതിന് ആൻസർ തെറ്റായി ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, 2 മാത്രമാണ്. 22ാമത്തെ ചോദ്യം,
തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായെന്നാണ് ആൻസർ ഓപ്ഷൻ ബി 1949 ജൂലൈ 1. 23ാമത്തെ ചോദ്യം 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏത്? നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചമ്പാരനാണ്. 24ാമത്തെ ചോദ്യം ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജൊനാഥൻ ഡങ്കൻ ആണ്. 25ാമത്തെ ചോദ്യം താഴെ പറയുന്നവൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2 മാത്രമാണ്. 25ന്റെ ആൻസർ ഓപ്ഷൻ സി 2 മാത്രമാണ് കേട്ടോ. 26ാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി വാക്ഫടാനന്ദനാണ്. 26ന്റെ ആൻസർ ഓപ്ഷൻ ഡി വാക്ഫടാനന്ദൻ. 27ാമത്തെ ചോദ്യം 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2024 ആരാണ് നേടിയത്? ഓപ്ഷൻ എ NS മാധവൻ. 28ാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി പശ്ചിമ ബംഗാളാണ്. 28ന്റെ ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. 29 ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയാണ്. 30ാമത്തെ ചോദ്യം 2024 സ്വാതന്ത്ര്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ഹാൻകാങ് ആണ് കേട്ടോ. അപ്പോൾ 30ാമത്തെ ചോദ്യം എന്താണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? ഹാൻകാങ്. 31ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ്. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഓപ്ഷൻ ബി 31ന്റെ ആൻസർ ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. 32ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകൾ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 33ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 33ന്റെ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം തെറ്റായിട്ടുള്ളതെന്നാണ് പ്രൊവിഷണൽ ആൻസർ വെച്ച് വരുന്നത്. 33ന്റെ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. 34 ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ്. 35 താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശരിയായ പ്രസ്താവനകളാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1, 3 മാത്രമാണ്. ഓപ്ഷൻ സി 1, 3 മാത്രം. 36 ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നത്. ഇതിന്റെ ചേരുംപടി ചേർക്കുന്നുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് 36ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 37 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഫസൽ അലിയാണ്. 38 പൊതു സ്വഭാവമുള്ള നിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യ നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി മാൻഡമസ് ആണ്. 39ാം ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 40 ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 22 ആണ്. 41 കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഓപ്ഷൻ എ കരിമീനാണ്. 42 കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ഓപ്ഷൻ സി 9 ആണ്. 43 കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടിയാണ്. ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി. 44 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഓപ്ഷൻ സി 3 ആണ്. 45 കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി കല്ലടയാണ്. ജലസേചന പദ്ധതിയാണ്. അപ്പം 46 സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. ഓപ്ഷൻ ബി പാലക്കാടാണ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ വി അബ്ദുൾ റഹ്മാനാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ്. 49 അയ്യങ്കാളി ജനിച്ചതെന്നാണ് 1863 ഓഗസ്റ്റ് 28-നാണ്. അടുത്തത് EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ വൈക്കത്താണ് കേട്ടോ. 50ന്റെ ആൻസർ ഓപ്ഷൻ എ വൈക്കം. 51 താഴെ പറയുന്നതിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഏതാണ്? ആരാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡയാണ്.
52 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ഏതാണ്? ഓപ്ഷൻ എ KM പണിക്കർ. 53 താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളിൽ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി AK ഗോപാലനാണ്. AK ഗോപാലനാണ് വരുന്നത് കേട്ടോ 53ന്റെ ആൻസർ. 54 ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം എഴുതിയതാണ്. ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായരാണ്. 55 ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ശരിയായത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 56ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലമാണ് ഓപ്ഷൻ ബി വടകര. 57 ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന്. ആൻസർ ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. 58 ബാരിസ്റ്റർ GP പിള്ളെ താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള. ആൻസർ ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. 59 കൊച്ചി രാജ പ്രജാമണ്ഡലത്തിലെ നേതാക്കളിൽ പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി ഷൺമുഖം ഷെട്ടിയാണ്. 60 കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏതാണെന്നാണ് ചോദിക്കുന്നത്. 60ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അഗസ്തീശ്വരമാണ്. 61 വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? 61 ആൻസർ ഓപ്ഷൻ ബി നിശാന്തതയാണ്. 62 താഴെ പറയുന്നവരിൽ ജീവിതശൈലി രോഗങ്ങൾ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹീമോഫീലിയ. 63 നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിങ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ ആണ്. 64 താഴെ പറയുന്നവരിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം എന്ത്? വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പെരിയാറാണ്. 65 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഇനാമലാണ് വരുന്നത്. 66 ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്. അപ്പം ഇതിന് ആൻസർ 66ന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ആണ് വരുന്നത്. 67 മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. 67 ആൻസർ ഓപ്ഷൻ എ കരളാണ് വരുന്നത്. 68 കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രിയങ്കയാണ് വരുന്നത്. 69 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 2023 ആണ്. 70 സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 5 ലക്ഷം രൂപയാണ് വരുന്നത്. 71 പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് 71ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 71ൻ്റെ വരുന്നത്. 72 ഒരു കോൺകേവ് ദർപ്പണത്തിന് എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്തെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത്. 73 മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. 74 ഫാരൻഹീറ്റ് തെർമോഹീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 310 കെൽവിൻ ആണ്. 75 ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് U² = V² - 2AS. 76 ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി രാസോർജം ഗതികോർജ്ജമാകുന്നു. 77 സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. അപ്പം ശരിയായ ക്രമീകരണം ഏതാണ് വരുന്നത് നോക്കുന്നു. ഓപ്ഷൻ എ ആണ് ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. 77ന് ആൻസർ ഓപ്ഷൻ എ. 78 ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അപ്പം ഈ ശരിയായ പ്രസ്താവന കണ്ടെത്തുന്നതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 78ന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് 78ൻ്റെ ആൻസർ. 79 തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഐസോടോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് വരുന്നത്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറും ഉള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. 80ാമത്തെ ചോദ്യം അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി O ആണ് കേട്ടോ. അതുപോലെ തന്നെ 81ൻ്റെ മാത്സ് ആണ് പറഞ്ഞു പോവാണ്. 81ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 17 ആണ് വരുന്നത്.
82ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ 36 ആണ് വരുന്നത്. 83ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? 83ാമത്തേൻ്റെ ആൻസറും ഓപ്ഷൻ എ ആണ്, 0.666 ആണ് വരുന്നത്. 84ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 0.09 ആണ് വരുന്നത്. 85ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ 312 കിലോമീറ്റർ ആണ്. 86ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 13 ആണ് വരുന്നത്. 87ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1344 രൂപയാണ്. 88ൻ്റെ ആൻസർ വരുന്നത് 88ൻ്റെ ആൻസർ വരുന്നത് 88ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, 37/16 ആണ് വരുന്നത്. 89ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 47 ആണ് കേട്ടോ. 90ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 315 ആണ്. 91ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്, NEHTGB ആണ്. ഓപ്ഷൻ എ ആണ് 91ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 92ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 31 ആണ് വരുന്നത്. 93ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ 730 ആണ് വരുന്നത്. 94ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 196. 95ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 23. 96ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1/6 ആണ് വരുന്നത്. 97ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി 13 മീറ്റർ ആണ്. 98ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തിയേറ്റർ ആണ്. 99ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അമ്മാവനാണ് വരുന്നത്. 100ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ 19 ആണ്. അപ്പോൾ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് 10th പ്രിലിംസിൻ്റെ 3ാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് PSC പുറത്തു വിട്ടത്. അപ്പോൾ ഇതും വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ ശ്രമിക്കുക. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.